സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സേവന പ്രവർത്തനം മൊത്തം സേവാഭാരതി തന്നെ ഏൽപ്പിക്കും. അവരതിൻ്റെ രീതിയിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നതിന് പരിപൂർണ്ണ ബോധ്യമുണ്ട്. അവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുക്കുന്ന ഫണ്ട് വേസ്റ്റായി പോകത്തില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ആദ്യം ചെയ്യാൻ പോകുന്നത് തന്നെ നമ്മുടെ ഈ ദഹിപ്പിക്കുന്ന ഇപ്പം 75,000 രൂപയോളം സർക്കാരിന് ചിലവായെന്ന് പറയുന്നത്, വയനാട് ചിലവായെന്ന് പറയുന്നത് അതേ സൈസ് തഴ പഞ്ചായത്തിനും തൊടിയ പഞ്ചായത്തിനും സേവാഭാരതിക്ക് മേടിച്ചു കൊടുക്കുന്നത്. 75,000 രൂപ എന്നുള്ളൊരു വലിയൊരു എമൗണ്ട് സാധാരണക്കാരനെ സഹിക്കേണ്ടി വരത്തില്ല. അത് സേവാഭാരതി ഏൽപ്പിക്കും. അത് കഴിഞ്ഞ് ആംബുലൻസ് അവർ ആവശ്യപ്പെടുവാണെങ്കിൽ ആംബുലൻസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. സേവാഭാരതി ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർ നല്ലപോലെ ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. നമ്മൾ ഒരു കാര്യം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി ഫലം നമുക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് സേവന പ്രവർത്തനത്തിന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സേവാഭാരതിയെ തന്നെ ഏൽപ്പിക്കുന്നു. സേവാഭാരതിയിലൂടെ എല്ലാ ജനങ്ങളിലേക്കും നേരത്തെ തന്നെ ഈ സേവന പ്രവർത്തനം ഞാൻ എല്ലാ സംഘടനകൾക്കും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ സേവാഭാരതിയാണ് ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഒരു വീട് വെക്കാൻ വേണ്ടി ഒരു 5 ലക്ഷം രൂപ പിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയുടെ മാൻ പവറും അവർ അതിനകത്ത് കാണിച്ച് അത് ചെയ്ത് കൊടുക്കും. അതിനുള്ള മനസ്സുള്ള ചെറുപ്പക്കാർ പിള്ളേർ അതിനകത്തുണ്ട്. അത് വളരെ സന്തോഷം.